5ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ വരകളും വട്ടങ്ങളും എന്ന ചാപ്റ്റർ നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ വരകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം ഞാൻ ഇങ്ങനെയൊരു വര വരച്ചു, ദെൻ ഇങ്ങനെ ഒരു വര വരച്ചു, മൂന്നാമതായിട്ട് ഇങ്ങനെയും ഒരു വര വരച്ചു. അപ്പം ഈ വരകൾ കണ്ടു. ഇതൊന്ന് നമ്മൾ തിരശ്ചീനമായിട്ടാണ് വരച്ചിരിക്കുന്നത്. തിരശ്ചീനമായിട്ട് വരച്ചിരിക്കുന്നതിന് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയും കേട്ടോ. ഹൊറിസോണ്ടൽ തിരശ്ചീന വര. ഇനി ഇത് നേരെ കണ്ട് കുത്തിനെ മുകളിലേക്ക് മരങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യർ നിൽക്കുന്നത്, ബിൽഡിങ്ങുകൾ പണിയുന്നത് ഒക്കെ നേരെ മുകളിലേക്ക്, കുത്തിനെ മുകളിലേക്ക്, അതിന് നമ്മൾ പറയുന്നതാണ് അപ്രൈറ്റ് ലൈൻ കേട്ടോ. അപ്രൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേര് പറയാം, വെർട്ടിക്കൽ ലൈൻ എന്ന് പറയാം കേട്ടോ. വെർട്ടിക്കൽ ലൈൻ. നമുക്ക് മലയാളത്തിൽ കുത്തനെയുള്ള വരകൾ, കുത്തനെയുള്ള വരകൾ. ഈ കുറച്ച് അല്പം ചരിഞ്ഞിട്ടില്ലേ, ഇങ്ങോട്ടും ചിരിയാം അല്ലെങ്കിൽ ഈ സൈഡിലേക്കും ചിരി. ഇങ്ങനെ ചരിഞ്ഞ വരകൾക്ക് നമ്മൾ പറയുന്ന പേര് ചരിഞ്ഞ വര, സ്ലാൻഡഡ് ലൈൻ കേട്ടോ. സ്ലാൻഡഡ് ലൈൻ എന്ന് പറയും. അങ്ങനെ 3 ടൈപ്സ് ഓഫ് ലൈൻസ് ഞാനിവിടെ പറഞ്ഞു. അങ്ങനെ ഇത്തരം ചെരിഞ്ഞ വരകളും കുത്തിനെയുള്ള വരകളും ഇങ്ങനെ തിരശ്ചീനമായ വരകളും ഉൾപ്പെടുത്തി നമുക്ക് വരയ്ക്കാവുന്ന ചില ചിത്രങ്ങളാണ് നമ്മളിവിടെ ആദ്യം പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ പേജ് നമ്പർ 8 ഒരു ചതുരം, 4 വശങ്ങളുള്ള ഈ ചിത്രത്തിന് പറയുന്ന പേരാണ് ചതുരം, റെക്റ്റാങ്കിൾ. ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, ഒരു ചതുരം വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത് ആൻഡ് 3 സെൻറ്റിമീറ്റർ വിഡ്ത്തുള്ള ഒരു റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിൾ എന്നാണ് കേട്ടോ ഈ ചിത്രത്തിൻ്റെ പേര്. ചതുരം, ദീർഘചതുരം എന്നും പറയാം, ചതുരം എന്നും പറയാം. 2 വശങ്ങളും തുല്യ ദൂരമായിരിക്കും. ഇവിടെയും 2 വശങ്ങൾ തുല്യ ദൂരമായിരിക്കും. ഈ ചിത്രം എങ്ങനെ വരയ്ക്കാം? അപ്പോൾ ഇത് വരയ്ക്കുന്നതിന് നമുക്ക് സ്കെയിൽ വേണം. പിന്നെ ഇതുണ്ട്, കുത്തിനെ മുകളിലേക്കുള്ള വര നമ്മൾ വെറുതെ സ്കെയിൽ വെച്ച്, ചിലപ്പോൾ ഞാനിങ്ങനെ ഞാൻ സ്കെയിൽ വെച്ചു, അതിനുശേഷം ഞാൻ ഇങ്ങനെ വെറുതെ സ്കെയിൽ വെച്ച് ചിലപ്പോൾ നമുക്ക് ചെരിഞ്ഞ് ഇവിടെ വര ഉള്ളതുകൊണ്ട് ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്വല്പം ചെരിഞ്ഞോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് ചെരിഞ്ഞോ ഒക്കെ പോയാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഉപകരണമാണ് എന്ത്? ഇത് കണ്ടോ, സെറ്റ് സ്ക്വയർ എന്ന് പറയും. ഇതിൻ്റെ പേരാണ് സെറ്റ് സ്ക്വയർ. മട്ടം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും കേട്ടോ. ചില ആശാരിമാരുടെയൊക്കെ കയ്യിൽ നിങ്ങൾ വീട്ടിലൊക്കെ വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പേരാണ് മട്ടം അഥവാ സെറ്റ് സ്ക്വയർ. അപ്പോൾ ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച ചിത്രം നമുക്കൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഞാൻ വരച്ച് തുടങ്ങുകയാണ്, നിങ്ങൾ കൃത്യമായിട്ടും ചെയ്ത് നോക്കണം. എത്രയാണ് നീളം പറഞ്ഞിരിക്കുന്നത്? 0 മുതൽ 5 വരെ. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ 0 മുതൽ 5 വരെ വരയ്ക്കുകയാണ്. ഇനി വേണ്ടത്, കുത്തനെ മുകളിലേക്ക് നമുക്ക് 3 സെൻറ്റിമീറ്റർ വേണം. അപ്പോൾ ഈ സെറ്റ് സ്ക്വയർ നമ്മളെടുത്തു. സെറ്റ് സ്ക്വയർ നമ്മളെടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഈ സ്കെയില് നമ്മൾ ഈ വരയിൽ നമ്മൾ ഉറപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് അല്ലെങ്കിൽ വേണ്ട, ഇതിങ്ങനെ തന്നെ ചെയ്താലും ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ കേട്ടോ. ഇത് ഈ ചോട്ടിലത്തെ ഈ വരയും ഈ സെറ്റ് സ്ക്വയറിലും കൂടി കോയിൻസൈഡ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കുക. കണ്ടോ, കറക്റ്റായിട്ട് വെച്ചതിന് മുകളിലേക്ക് എത്രയാണ് നമുക്ക് വേണ്ടത്? 3 സെൻറ്റിമീറ്റർ. ഫുള്ളായിട്ട് വരയ്ക്കരുത്, ജസ്റ്റ് നിങ്ങൾ 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയാൽ മാത്രം മതിയാവും കേട്ടോ. ഇനി അടയാളപ്പെടുത്തി വെച്ചതിന് ശേഷം സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ആ ദൂരം വരച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലേക്കും അങ്ങനെ തന്നെ വേണം. എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ എടുത്ത് നമ്മളിതാ ഇങ്ങനെ വെച്ചു. ഇവിടെ 3 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക. ആ ലൈനും ജോയിൻ ചെയ്തു, ആ പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്തു. നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് ചെയ്യാവുള്ളൂ കേട്ടോ. ഒരു കാരണവശാലും വരയ്ക്കുന്നതിനായിട്ട് നിങ്ങൾ എന്തുപയോഗിക്കരുത്? പേന ഉപയോഗിക്കരുത് കേട്ടോ. ഓക്കെ, എന്നിട്ട് മെഷർമെൻ്റ് എല്ലാം അവിടെ എഴുതുന്നു. 5 സെൻറ്റിമീറ്റർ ആൻഡ് 3 cm
ഇവിടെ 3 cm, ദെൻ ഇവിടെ 5 cm. ഓക്കെ, കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഈ വശം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് അളന്നു, 5 cm അളന്നു. ഇത് നമ്മൾ 3 cm സെറ്റ് സ്ക്വയറിൽ അളന്നു. ഇത് ഞാൻ അളന്നില്ലല്ലോ, ഇത് ജസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യല്ലായിരുന്നോ? അതെ, അപ്പം ജോയിൻ ചെയ്താൽ മതി, കാരണം ഈ നീളം തന്നെയാണ് ഈ നീളം. അപ്പോൾ നമ്മൾ ഈ രണ്ട് എഡ്ജസ് തമ്മിൽ യോജിപ്പിച്ചാൽ ഉറപ്പായിട്ട് ഇത് 5 cm തന്നെയായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്കൊരു ആശയവും കൂടി കിട്ടി. എന്താ? ഒരു ചതുരത്തിൻ്റെ എതിർവശങ്ങളുടെ നീളം തുല്യമായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഇൻ എ റെക്റ്റാങ്കിൾ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ഹിയർ ഓൾസോ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഒരു ചതുരത്തിൽ എതിർവശങ്ങളുടെ നീളങ്ങൾ തുല്യമായിരിക്കും. ഇത് രണ്ടും തുല്യമാണ്, അതുപോലെ ഇത് രണ്ടും തുല്യമായിരിക്കും. ഇവിടെ എക്സസൈസിൽ പേജ് നമ്പർ 14 കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രങ്ങളെല്ലാം അതേ അളവിൽ അതുപോലെ വരച്ച് കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് മട്ടത്തിൻ്റെ മൂലകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചിത്രങ്ങൾ വരയ്ക്കേണ്ടത്. നമുക്കൊന്ന് വരച്ച് നോക്കിയാലോ? ആദ്യം ഈ ബ്ലൂ കളർ, ഇത് സ്ക്വയറാണ്. ഓൾ സൈഡ്സ് ഈക്വൽ. ഈ നീളം ഇതെല്ലാം ഒരേ നീളമാണ്. അപ്പോൾ ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഈ ചിത്രത്തിന് നമ്മൾ പറയുന്ന പേര് സ്ക്വയർ എന്നാണ്. മലയാളത്തിൽ നമ്മൾ സമചതുരം. എന്താണ്? സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ. പേര് കറക്റ്റായിട്ട് പഠിച്ചോണം. സമചതുരം അഥവാ സ്ക്വയർ. അപ്പോൾ ഈ എല്ലാത്തിൻ്റെ നീളം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഈ നീളം ഇതെല്ലാം എത്രയാണ്? 3 തന്നെയാണ്. നമുക്ക് 3 സെൻറ്റിമീറ്റർ ഓൾ സൈഡ്സ് ആയിട്ടുള്ള ഒരു സ്ക്വയർ നമുക്ക് വരച്ചെടുക്കാം. നോക്കാം. ആദ്യം സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി 3 സെൻറ്റിമീറ്റർ നമ്മൾ നീളത്തിൽ ഒരു വര വരച്ചു. ടീച്ചറുടെ മാർക്കറിൻ്റെ മഷി തോർന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ മട്ടത്തിൻ്റെ 3 മൂലകളുണ്ടല്ലോ. ഇവിടെ ഇത് ഒരു വളരെ കൂർത്തിരിക്കുന്ന ഒരു മൂലയുണ്ട്, ഇങ്ങനെ ഒരു മൂലയുണ്ട്, ഇങ്ങനെ ഒരു ചെരിഞ്ഞ മൂലയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുത്തനെയുള്ള പൊക്കമാണല്ലോ നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ എത്ര അളക്കണം? 3 അളക്കണം. ഓക്കെ, വെച്ചു. കറക്റ്റ് 3-ൽ ഞാനൊരു മാർക്കിംഗ് കൊടുത്തു, എടുത്ത് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്ന് സെറ്റ് സ്ക്വയർ തന്നെ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കരുത്, കാരണം അതല്ലെങ്കിൽ ആ കോർണർ നമുക്ക് ഷാർപ്പായിട്ട് കിട്ടത്തില്ല. കോർണർ ഷാർപ്പായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ സ്കെയിൽ തന്നെ ഉപയോഗിക്കണം. വീണ്ടും എന്ത് ചെയ്യുക? മട്ടമൂല റൈറ്റ് ആംഗിൾ വരുന്ന മൂല കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് അതും നമ്മൾ എത്ര മെഷർ ചെയ്യുന്നു? 3. അതും ചേർത്ത് വെച്ച് വരയ്ക്കുക കേട്ടോ. ഇനി ചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായ സ്ഥിതിക്ക് നമ്മൾ ജോയിൻ ചെയ്താൽ ഇത് എത്ര തന്നെ കിട്ടും? 3 തന്നെ കിട്ടും. ഒന്ന് എഴുതിയേക്കാം. 3 cm ഓക്കെ. ഓൾ സൈഡ്സ് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അടുത്തത് രണ്ടാമത്തെ ചിത്രമാണ്. അപ്പം നമ്മുടെ കയ്യിൽ 2 തരം സെറ്റ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ആ കൂർത്തിരിക്കുന്ന കോർണറുള്ള സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് ആ കോർണറാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ? കറക്റ്റ് ആ കോർണറാണ് നമ്മൾ ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടല്ലോ? അപ്പോൾ ഈ ചിത്രം നമുക്കൊന്ന് വരച്ച് നോക്കാം. ആദ്യം 3 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി നമ്മൾ സെറ്റ് സ്ക്വയറിൻ്റെ മൂല ഉപയോഗിച്ച് കോർണറിലെ അളവൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ സ്വല്പം കയറ്റി വെച്ചിട്ട് ഒരു അടയാളപ്പെടുത്തൽ മാത്രം നടത്തിയതിന് ശേഷം സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് 3 സെൻറ്റിമീറ്റർ എടുക്കാം. 1, 2, 3 ഇവിടെ വരെയുണ്ട്. ആ 3 വരെ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഇതേ ചെരിവ് തന്നെ വേണം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അതേ ചെരിവ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈന് കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക കേട്ടോ. ഈ ലൈൻ ഞാൻ ഡോട്ട് ഇട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണേ. എന്തിനാണെന്നറിയോ? ഇതേ ചെരിവ് കിട്ടണമെങ്കിൽ നമ്മളത് ഇവിടെ വയ്ക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും
മാർക്ക് ചെയ്യുന്നു. അതും നമുക്ക് എത്ര വേണം? 3 തന്നെ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കറക്റ്റ് 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അളന്നെടുക്കാം. ആ പോയിൻ്റ് ലക്ഷ്യമാക്കി 3 സെൻറ്റിമീറ്റർ. കറക്റ്റ് ഇത് ആ 3 വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ മതിയോ? നിങ്ങൾ വീട്ടിലൊക്കെ ഇരുന്ന് 2-3 പ്രാവശ്യം ചെയ്ത് നോക്കണം കേട്ടോ, എങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളേ. ഇത് വേണമെന്നില്ല, ഇത് വേണമെങ്കിൽ വായിച്ചാൽ ഇതിരുന്നാലും കുഴപ്പമില്ല. ഇതെല്ലാം എന്ത് തന്നെയാണ്? 3C. ഇത് 2 വശങ്ങളും ഒരേ ചെരിവ് വന്നാൽ നമ്മളിതിന് പറയുന്ന പേര് ടീച്ചറൊന്ന് പറഞ്ഞേക്കാം. മലയാളത്തിൽ സാമാന്തരികം, ഇംഗ്ലീഷിൽ നിങ്ങൾ പറയുമ്പോൾ പാരലലോഗ്രാം. ഓക്കെ, അടുത്തത് നമുക്ക് 3ാമത്തെ ചിത്രമാണ്. ഈ 3ാമത്തെ ചിത്രം നോക്കുക. നമ്മുടെ കയ്യിൽ 2 വശങ്ങളും ഒരേ വലിപ്പമുള്ള സെറ്റ് സ്ക്വയർ ഉണ്ടല്ലോ. ആ സെറ്റ് സ്ക്വയറിൻ്റെ ഒരു മൂല എടുത്ത് വെച്ചാൽ ഇത് കറക്റ്റാണ്, കണ്ടോ? അപ്പോൾ ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് ചിത്രം വരയ്ക്കാം. എല്ലാ വശങ്ങളും എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. വരച്ച് തുടങ്ങാം. ഞാൻ ഈ വരച്ച ചിത്രങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ മറ്റേ ക്രയോണോ അല്ലെങ്കിൽ സ്കെച്ചോ ഒക്കെ ഉപയോഗിച്ച് ആ പറഞ്ഞിരിക്കുന്ന അതേ കളറുകൾ നിങ്ങൾ കളറടിക്കേണ്ടതാണ് കേട്ടോ. ഇനി 2 വശം ഒരേ വലിപ്പമുള്ള സെറ്റ് സ്ക്വയർ നമ്മളെടുത്ത് ഒരു കോർണറിൽ വെച്ചു. കറക്റ്റ് കോർണറിൽ വെച്ചതിന് ശേഷം നമ്മൾ വെറുതെ ഒരു മാർക്കിംഗ് നടത്തി. ആ നീളം എത്ര വരണം എന്നാണ് പറഞ്ഞ്? 3 സെൻറ്റിമീറ്റർ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? മുമ്പ് തൊട്ട് മുന്നേ ചെയ്തതുപോലെ തന്നെ കുറച്ച് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഡാഷ് ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം അതേ ചരിവ് നമ്മൾ എന്ത് ചെയ്യണം? ചിത്രത്തിൽ വീണ്ടും കൊടുക്കുക. അതിന് വേണ്ടി കുറച്ചും കൂടെ ഇറക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുത്തു. ഇനി സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് 3 സെൻറ്റിമീറ്റർ അളക്കണം. ദെൻ അതിന് ശേഷം എന്ത് ചെയ്താൽ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്താൽ മതി. തൊട്ട് മുന്നേ ഈ ചിത്രത്തിൽ നമ്മൾ പറഞ്ഞ പേര് ഞാൻ ടീച്ചർ സാമാന്തരികം എന്ന് പറഞ്ഞല്ലോ. അതായത് എതിർവശങ്ങൾ പാരലലും ഈക്വലും ആയിരിക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് പാരലൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു വാക്ക് വേണേൽ പറയാം. പേര് റോംബസ് എന്നാണ് കേട്ടോ. റോംബസ്. സോറി, റോംബസ്. ഓക്കെ, ഇത് നിങ്ങൾ കളർ ചെയ്ത് യെല്ലോ കളറാണ് ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയർ പോർഷനിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. അടുത്ത 4ാമത്തെ ചിത്രവും ഒരു റോംബസ് അഥവാ സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം എന്നൊക്കെ പറയാം. അത് 3 സെൻറ്റിമീറ്റർ തന്നെ. അതിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് 3 വശവും 3 അളവുകളുള്ള വട്ടമുണ്ടല്ലോ, അതെടുത്തിട്ട് അതിൽ 60 ഡിഗ്രി, അതായത് കുറച്ച് വലിപ്പമുള്ള ഒരു ആംഗിൾ ഉണ്ടല്ലോ. നമ്മൾ ഫസ്റ്റ് നമ്മൾ ഏറ്റവും കൂർത്ത മുനയാണ് ഉപയോഗിച്ചതെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ ഈ മുനയാണ് ഉപയോഗിക്കേണ്ടത്. അതിവിടെ വെച്ച് അത് 3 സെൻറ്റിമീറ്റർ വേണം. ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം സ്കെയിൽ ഉപയോഗിച്ച് 3 സെൻറ്റിമീറ്റർ എടുക്കുക. ഒന്ന്, 2, 3 ഇത്രേ ഉള്ളൂ. ഇവിടെ ഇത് സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും 60 ഡിഗ്രി കോണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ പേടിക്കേണ്ട കേട്ടോ, ടീച്ചർ ഇത് പറയാനുള്ള ടോപ്പിക്കാണ്. അന്നേരം ആംഗിളിനെ പറ്റി വിശദമായിട്ട് പറയാം. ഇതാ ഇവിടെ വെച്ചിട്ട് കൂർത്ത മുനയല്ലാത്ത ആംഗിൾ എടുത്ത് നമ്മളിവിടെ വെച്ചിട്ട് 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് അത് 3 ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് വരച്ചെടുക്കുക.
ലാസ്റ്റ് ഒരു ട്രയാങ്കിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതും ഓൾ സൈഡ് 3 cm ആണ്. ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ നമ്മൾ 3 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി വേണ്ടത് ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 60 ഡിഗ്രി കോണളവ് വരുന്നത്, അതായത് കൂർത്തിരിക്കുന്ന അല്ലാത്ത ഈ കോർണർ ഉണ്ടല്ലോ, ഏത് സെറ്റ് സ്ക്വയർ ആണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഇച്ചിരി വലുതാക്കി ചെയ്തുകൊണ്ടാണ് കാണാത്തതെന്ന് തോന്നുന്നു. എന്നാണെന്നറിയോ, സ്കെയിൽ എടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മെഷർമെൻറ്റ് കാണാൻ വേണ്ടി ടീച്ചർ ഇച്ചിരി സൂം ചെയ്താണ്. ഈ ഒരു സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഈ മൂല ഇതാ ഇവിടെ വയ്ക്കണം. ഉണ്ടോ? ഇവിടെ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് 3 cm എടുക്കണം. അത് വരച്ചു. 3 cm. 1 2 3 കറക്റ്റ് 3 2 വരെ വരുള്ളൂ കേട്ടോ. ഈ കോർണർ വരയ്ക്കാൻ നേരം എന്ത് ചെയ്യണം, നമ്മൾ ഈ സെറ്റ് സ്ക്വയർ എടുത്ത് തിരിച്ചു വയ്ക്കണം. അതായത് ഈ മൂല എടുത്തു, വീണ്ടും അത് ഇങ്ങനെ തിരിച്ചു വെച്ചു. അതേ അളവ് തന്നെ കേട്ടോ, അതേ അളവ് തന്നെ. എന്തായാലും 3ലേക്ക് വരുമ്പോൾ കറക്റ്റായിരിക്കും ഇത്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ചിത്രം. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ അല്ല, 1 2 3 4 5ാമത്തെ ചിത്രം. ഇതിൽ പിങ്ക് കളർ ഷെയ്ഡാണ് അകത്ത് കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങളെല്ലാവരുടെയും ചിത്രങ്ങൾ വരച്ച് കഴിയുമ്പോൾ ഈ ഒരു ഫിനിഷിങ്ങോടുകൂടി നിങ്ങൾ വരച്ചെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് വരച്ച് കളർ ചെയ്ത് നോട്ട്ബുക്കിൽ ചെയ്ത് കൊണ്ടുവരണം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചിത്രം പറഞ്ഞിരിക്കുന്ന അളവുകളിൽ വരച്ച് രണ്ടാമത്തെ ചിത്രത്തിലെ പോലെ നിറം കൊടുക്കുക. ഇങ്ങനൊരു ബോക്സ് വരച്ചിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതേ കളറുകൾ നമ്മളിവിടെ കൊടുക്കുക. ആദ്യം 5 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു ലൈൻ വരച്ചു. അതിനുശേഷം കുത്തനെ മേൽപോട്ട് 3 സെൻറ്റിമീറ്റർ വരയ്ക്കണം. 2 സൈഡിൽ നിന്ന് വരയ്ക്കണം, റെക്റ്റാങ്കിൾ വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുത്തനെ മേൽപോട്ട് ഞാൻ അടയാളപ്പെടുത്തി. അവ തമ്മിൽ ജോയിൻ ചെയ്തു. ഇവിടെയും ഈ സൈഡിലും കുത്തനെ മേൽപോട്ട് 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. അത് തമ്മിൽ ജോയിൻ ചെയ്തു. റെക്റ്റാങ്കിൾ ആണല്ലോ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് അവ തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യ ഘട്ടം നമ്മൾ പൂർത്തിയായി. ഇനി വേണ്ടത് പ്രൊട്രാക്ടറിൻ്റെ ഈ ഏറ്റവും കൂർത്ത മുന്നിലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് അവിടെ വെച്ചിട്ട് നമ്മൾ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. 2 സെൻറ്റിമീറ്റർ അതിൽ നിന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കുത്തിട്ടതിന് ശേഷം സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റ് 2 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തെടുക്കുക. ആ ഒരു പോയിൻറ്റിനെ ലക്ഷ്യമാക്കി സ്കെയിൽ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 നമ്മൾ എണ്ണിയെടുക്കണം. 1 2 ഇത്രയേ ഉള്ളൂ. കണ്ടോ? അത് രണ്ടും കൂടി ചേർത്ത് വരയ്ക്കുക. അപ്പോൾ അതേ ഒരു ഐഡിയ നമ്മൾ ഇവിടെയും കൊടുക്കണ്ട. അപ്പോൾ ടീച്ചറും തൊട്ട് മുന്നേ പറഞ്ഞിരുന്നത് സ്വല്പം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക ഇങ്ങോട്ട് കേട്ടോ. എക്സ്റ്റെൻഡ് ചെയ്യണം സങ്കല്പിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊട്രാക്ടർ ഇതാ ഇവിടെ സെറ്റ് ചെയ്തു. പ്രൊട്രാക്ടറല്ല, മട്ട ഇവിടെ സെറ്റ് ചെയ്തു. അവിടെയും നമ്മൾ 2 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. തൽക്കാലം നമ്മൾ ഒരു കുറച്ച് നീളത്തിലൊരു പോയിൻ്റ് ഇട്ടതിന് ശേഷം 2 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തെടുക്കണം. ഇവിടുന്ന് 8 മുതൽ 1 2 ഇത്രയേ ഉള്ളൂ. 2 അത് രണ്ടും കൂടി ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് ബോക്സിൻ്റെ ടോപ്പ് കിട്ടി. ഓക്കെ, കണ്ട എത്ര കൃത്യമായിട്ടാണ് നോക്കി നമ്മൾ ആ മട്ടം ഉപയോഗിച്ച് വരയ്ക്കും. നിങ്ങളല്ലാതെയൊക്കെ സ്കെയിൽ മാത്രം ഉപയോഗിച്ച് വരച്ചാൽ നമുക്ക് ഇത്രയും പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ. ഇനി മുകളിൽ നിന്ന് വന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെയും എന്ത് വേണം, 3 സെൻറ്റിമീറ്റർ കുത്തനെ താഴേക്കാം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മട്ട മൂല തന്നെ ഉപയോഗിക്കാം. ഈ മട്ടത്തിൻ്റെ ഈ മൂല തന്നെ നമ്മൾ ഉപയോഗിച്ച് നേരെ താഴേക്ക് നമുക്ക് ലൈൻ വരയ്ക്കാം. അത് 60 ഡിഗ്രിയാണ് കേട്ടോ ടീച്ചർ. അതായത് ആ കൂർത്ത മുന അല്ലാത്ത ആ ഭാഗം എടുത്ത് നമ്മൾ വെച്ചു. അതിൽ വെറുതെ ഒരു മെഷർമെൻറ്റ് കൊടുക്കുക.
നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആദ്യം എഴുതിയിരുന്ന എത്ര ആയിരുന്നു? 3 cm അല്ലേ? ഒന്ന് എഴുതിയേക്കാം ജസ്റ്റ്. അപ്പോൾ ഇതും താഴേക്ക് എത്ര വരണം? 3 cm. 3 cm എന്നൊക്കെ പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ എന്ന ടീച്ചർ ഷോർട്ടായിട്ട് പറയുന്ന കേട്ടോ. നിങ്ങൾ 5ാം ക്ലാസ്സുകാരായതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് ടീച്ചർ എന്തായാലും cm എന്ന് പറയുന്നത് എന്നല്ലേ ഒന്നും ചിന്തിക്കേണ്ട. ഇതാ 3 cm ഇവിടെ വരെ വരും. ഇനി എന്ത് ചെയ്യുക? അത് രണ്ടും കൂടി ജോയിൻ ചെയ്യിപ്പിക്കും. അത്രേ ഉള്ളൂ. നമ്മുടെ ചിത്രം പൂർത്തിയായി. ഇനി അവർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളറ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ? പച്ച കളറ്. നമുക്ക് പച്ച കളറൊന്ന് അടിക്കാം. ടീച്ചറിൽ എല്ലാ പച്ച കളറൊന്നും ഇല്ല, ഉള്ളത് കൊണ്ട് നമുക്ക് ഓണം പോലെ കാര്യങ്ങൾ നടത്താം. ഓക്കെ, ഉള്ള പച്ച കൊണ്ടൊക്കെ ടീച്ചർ അടിക്കാം. നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളവർ ഇല്ലാത്തവർക്കൊക്കെ കൊടുത്ത് സഹായിച്ച് ഷെയർ ചെയ്യണം കേട്ടോ. ഇല്ലാത്തവരുടെ നിന്ന് വാങ്ങിച്ച് ചെയ്യണം, നിങ്ങളുള്ളവർ കൊടുക്കണം. അങ്ങനെ നമുക്ക് പടം വരയ്ക്കുന്നതിൽ കൂടി ചിത്രവും വരയ്ക്കാം. നമുക്ക് ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് വച്ച കൊടുക്കണ്ട, ടീച്ചറുടെ ഇല്ല. ഇവിടെ കുറച്ചുകൂടി ഡാർക്ക് കളർ, അപ്പോൾ ഇതൊരു ബ്ലാക്ക് കൊണ്ട് തന്നെ കൊടുക്കാമേ. നിങ്ങൾ ഇതുപോലെ ടീച്ചർ വരയ്ക്കുന്ന പോലെ ഇങ്ങനെ ലൈൻ ഇടില്ല, നിങ്ങൾ നല്ല ക്രയോൺ കൊണ്ടാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയും കൂടെ ലൈറ്റ് ഷെയ്ഡ് പച്ച കൊടുക്കണേ. ഇനി പേജ് നമ്പർ 14 ലാസ്റ്റ് ചോദ്യം. അത് ഈ പറഞ്ഞ പോലെ ഒരു സ്ക്വയർ ബോക്സാണ്. നമുക്ക് ഇതേ രീതിയിൽ വരച്ച് ഇതേപോലെ കളർ അടിക്കാം. ഇച്ചിരി ടെക്സ്റ്റ് ബുക്കിൽ അളന്നിട്ടുണ്ട്, അത് ഫുള്ള് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഞാൻ 3 സെൻറ്റിമീറ്റർ നീളത്തിൽ വരച്ചു. സ്ക്വയർ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് 90 ഡിഗ്രി തന്നെ വേണം മുകളിലേക്ക് വരയ്ക്കാൻ. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ വെച്ചിട്ട് 3 cm മുകളിലേക്ക് വരച്ചു. സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്തു. ലാസ്റ്റ് ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തു. അങ്ങനെ ഒരു സ്ക്വയർ നമുക്ക് സെറ്റപ്പായി. ഇനി ബാക്കി ഭാഗം വരയ്ക്കണം. തൊട്ട് മുൻപ് ചെയ്ത പോലെ തന്നെ ആ കൂർത്ത മുനയുള്ള ഭാഗം നമ്മൾ ഇങ്ങോട്ടേക്ക് സെറ്റ് ചെയ്തു. അത് എത്ര തന്നെ വരയ്ക്കണം? 3 വരയ്ക്കണം. സ്കെയിൽ ഉപയോഗിച്ച് 3 എടുത്തു. 1 2 3 ഈ 13 വരെ. അതുപോലെ ഇവിടെ നമ്മൾ കുറച്ച് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം പ്രൊട്രാക്ടർ അവിടെ സെറ്റ് ചെയ്ത് അവിടെയും അതേ സെയിം ചെരിവ് തന്നെ നമ്മൾ കൊടുക്കണം. അതിൻ്റെ ലെങ്തും 3 cm ആണ്. 10 മുതൽ 13 വരെ. അത് രണ്ടും കൂടി ജോയിൻ ചെയ്തു. നേരെ കുത്തിനെ താഴേക്ക് വരണം. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഹൈറ്റാണ് 3 അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും സ്കെയിൽ ഉപയോഗിച്ച് താഴേക്ക് 3 വരയ്ക്കണം. ഒരിച്ചിരി കയറിപ്പോയിട്ടോടെ പിള്ളേരെ വരയ്ക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ മതിയോ. ഇനി അവർ പറഞ്ഞിരിക്കുന്ന കളറൊക്കെ ഇനി കൊടുത്താൽ മതി. ഇതവിടെ ഈ ഒരു കളറാണ് മുകളിൽ. ഒരു ലൈറ്റ് ഷെയ്ഡായിരുന്നു കേട്ടോ. ടീച്ചർ ഓർക്കാതെ മെറൂൺ കയറി അവിടെ അടിച്ചു. മെറൂൺ സത്യം പറഞ്ഞാൽ ഈ സൈഡിലായിരുന്നു വരേണ്ടത്. നിങ്ങൾ ചെയ്യുമ്പോൾ ടീച്ചറെക്കാൾ വൃത്തിയായിട്ട് ചെയ്യണം കേട്ടോ. ബാക്കി അടുത്ത കളറ് ഒരു പിങ്ക് പോലത്തെ കളറല്ലേ, യെല്ലോ കളറാണ്. യെല്ലോ കൊടുക്കാം. ടീച്ചർ വെറുതെ കൊടുത്തു, നിങ്ങൾ നല്ല ഭംഗിയായിട്ട് കൊടുക്കണം കേട്ടോ.
ഇവിടെ ആയിരുന്നു ശരിക്കും മെറൂൺ വരേണ്ട, മുകളിൽ റെഡ് വരണമായിരുന്നു. അത് അടിച്ചു വന്നപ്പോൾ ആകെ മാറിപ്പോയി. ഓക്കെ, അപ്പോൾ നല്ല വൃത്തിയായിട്ട് വരച്ച് എല്ലാവരും സ്കൂളിൽ കൊണ്ടുപോകണം കേട്ടോ.